നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഒരു കോമഡി സ്കിറ്റുമായി വരുന്നു. ഈ സ്കിറ്റിന്റെ പേര് തക്കാക്കിലോ മുക്കാളി. ഹലോ 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 രാവിലെ തന്നെ മനുഷ്യന് സമയം മെനക്കെടുക്കാനായിട്ട് ഇറങ്ങിയോളും. ഒന്ന് വെച്ചിട്ട് പോണോ? ഹലോ 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 ആരാണോ? ഞാൻ മന്ത്രിയാടോ. IPC 308 പ്രതിയെ പിടിച്ചില്ലെങ്കിൽ തന്നെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. വെച്ചിട്ട് പോടോ. കോൺസ്റ്റബിൾ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ സല്യൂട്ട് അടിക്കരുത്. പോട്ടെ. അതെ, IPC 308 പ്രതിയെ പിടിച്ചില്ലെങ്കിലേ എന്റെ തൊപ്പി ആയിരിക്കും. ഒരു വഴിയുണ്ട് സാർ. ഒരു വള്ളിയിൽ കെട്ടിവെച്ചാ പോരെ? ഇനി ഇമ്മാതിരി ഐഡിയ ആയിട്ട് ഇവിടേക്ക് എങ്ങാനും വന്ന കാലും കൈയും ഓടിച്ചിട്ട് നിന്നെ ഞാൻ കായലിൽ എടുക്കും. പിന്നെ ഞാനൊരു കാര്യം, ആ തിയേറ്ററിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോവാം. ഞാൻ കടലിൽ ചോദിക്കും. ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമാനായ കുട്ടിയും മണ്ടൻ കോൺസ്റ്റബിളും. മോനെ മോനെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരുമോ? എനിക്ക് വട വാങ്ങിച്ചു തരുമോ? മേടിച്ചു തരാം. എത്ര എണ്ണം വാങ്ങിച്ചു തന്നെ? 2 എണ്ണം മേടിച്ചു തരാം. 2 എണ്ണം വാങ്ങിച്ചു തരണം. ഞാൻ പോവാം. പോലീസ് സ്റ്റേഷനിൽ അറിയില്ല സാർ. എന്തിനാണ് കരയണേ? എനിക്ക് 2 വട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് 1 വടയെ വാങ്ങിച്ചു തന്നു. അതാണോ പ്രോബ്ലം? നീ വടയും കൊണ്ടുവരും. എന്താണ് മോനെ? അമ്മേ, അയ്യോ. ഞാൻ എന്ത് പണിയാണോ വാങ്ങിച്ചത്? എന്റെ അച്ഛന്റെ പ്രായം വരും അയാൾക്ക്. ഞാൻ എന്താണ് വാങ്ങിച്ചത്? 2 വടയാ. പക്ഷെ സാറ് എനിക്ക് അന്ന് 4 വടയാ. അത് കാരണം ഞാൻ 2 എണ്ണം തിരിച്ചു കൊടുത്തതാ. ഓ അങ്ങനെ. മോനെ ഞാൻ ഇവിടെ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. ഞാൻ ഈ പറയണല്ല റോഡിൽ ചെന്ന് മോൻ പറഞ്ഞോ. മോൻ സെക്കൻഡ് ഷോ കഴിഞ്ഞു അർദ്ധരാത്രി ഇങ്ങനെ നടന്ന് സങ്കല്പിക്ക്. ഓക്കെ, താനിങ്ങനെ നടന്നു പോകുമ്പോൾ തന്റെ മുമ്പിലതാ ഒരു വലിയ മതിൽ. വലിയ മതിൽ. താനാ മതിൽ ചാടുന്നു. എന്നിട്ട് താനിങ്ങനെ നടക്കുന്നു. ഞാൻ നടക്കുന്നു. തന്റെ മുമ്പിലതാ ഒരു പടുകൂറ്റൻ ബംഗ്ലാവ്. എന്റെ മുമ്പിലതാ ഒരു പടുകൂറ്റൻ പ്ലക്കാർഡ്. കോൺസ്റ്റബിൾ തനിക്ക് മര്യാദയ്ക്ക് സെലൂട്ട് അടിക്കാൻ അറിയാം? സാർ
ബംഗ്ലാവ് സാർ. അത് പറഞ്ഞു കൊടുക്കും. ബംഗ്ലാവ് 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 അല്ല ബംഗ്ലാവ്. ഓക്കെ ആ സംഭവം. അപ്പോ നീ അതിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ നടക്കുന്നു. ഞാൻ നടക്കുന്നു. അപ്പോൾ നിന്റെ മുമ്പിലതാ അതാ സ്റ്റെപ്പ് വഴി അതാ അതാ 3 കിലോ തക്കാളി. 3 കിലോ തക്കാളി. 3 കിലോ മുക്കാലി അല്ല 3 കിലോ തക്കാളി. 3 കിലോ മുക്കാലി. 3 കിലോ തക്കാളി. 3 കിലോ മുക്കാലി. 3 കിലോ തക്കാളി. 3 കിലോ മുക്കാലി. അതെ ഇവനെ 3 കിലോ തക്കാളി. 3 കിലോ തക്കാളി. 3 കിലോ മുക്കാലി. 3 കിലോ മുക്കാളി. 3 കിലോ തക്കാളി. സാർ അതിന് ഇത്ര ബുദ്ധിയോ? സാർ I appreciate it. കിലോ തക്കാളി എടുക്കുന്നില്ല. അത് തേഞ്ഞു പോകില്ല സാറേ. താനല്ലല്ലോ അത് വാങ്ങിച്ച. അല്ല തനിക്ക് അതിൻ്റെ അതൊരു പൈസ കൊടുക്കുന്നില്ലോ. അപ്പൊ ചെയ്യുന്ന കുഴപ്പമില്ലല്ലോ. അപ്പൊ താൻ അതിൻ്റെ അത് നോക്കണ്ടോ. താനാ ബംഗാളിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ നടന്ന് നടന്ന് കയറുന്നു. അപ്പൊ തന്റെ മുമ്പിലതാ ഒരു വലിയ വലിയ നീ ആ വാതിൽ തുറക്കുന്നു. ഞാൻ ആ വാതിൽ തുറക്കുന്നു. എന്താണത്? വീസ് വെച്ചിട്ടില്ല. അത് കാരണം വാതിൽ തുറക്കാൻ നേരത്തെ ഒച്ച കേട്ടണം. തന്റെ അല്ലല്ലോ വീട്. താൻ പൈസ കൊടുത്തി ഉണ്ടാക്കി വെച്ചോന്നല്ലോ. അപ്പൊ താൻ അതിനകത്ത് പൈസ ഒഴിക്കാൻ പോകണ്ടട്ടാ. എനിക്ക് അപ്പൊ താൻ ആ വാതിൽ തുറന്ന് നേരെ അകത്തേക്ക് ചിരിക്കും. ഞാൻ അകത്തേക്ക് ചെയ്യും. അപ്പോ തന്റെ മുമ്പിൽ 2 വഴി. എന്റെ മുമ്പിൽ 2 വഴികൾ. താൻ ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് പോകും. ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് പോകും. ലെഫ്റ്റിലേക്ക് പോകുന്നു, റൈറ്റിലേക്ക് പോകും. താൻ നേരെ എന്നിട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കാലെടുത്ത് വയ്ക്കും. റൈറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കും. ലെഫ്റ്റിലേക്ക് കാലെടുത്ത് വയ്ക്കും. റൈറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ലെഫ്റ്റിലേക്ക് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇതിനെ ഈ ലെഫ്റ്റ് റൈറ്റ് ഏതൊക്കെ പഠിക്കുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. സാർ താൻ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പോൾ തന്റെ മുമ്പിൽ അതാ ഒരു വാതിൽ. താൻ ആ വാതിൽ പയ്യെ തുറക്കുന്നു. ഞാൻ ആ വാതിൽ പയ്യെ തുറക്കുന്നു. അപ്പോൾ ഒരു റൂമിലേക്ക് താൻ എൻട്രി. ഞാനൊരു റൂമിലേക്ക് നടന്ന് കയറും. ഇംഗ്ലീഷാ പറഞ്ഞു, ഞാൻ മലയാളം പറഞ്ഞു. അപ്പോ താൻ ആ റൂമിൽ കയറിയപ്പോ അതാ ആ കട്ടില് അതാ അതാ ഒരു വനിത കിടക്കുന്നു. ഇനി പറ താൻ ആ വനിത എന്ത് ചെയ്യും? പതുക്കെ പോയിട്ട് ചെന്നിട്ട് പിന്നെയും പോയിട്ട് ആ വനിതയെ വാരി എടുത്തിട്ട് ഞാൻ എന്റെ പേജുകൾ മറിച്ചു നോക്കും. ആഴ്ചയിൽ വന്ന വനിത മാസികയല്ല, ഒരു പെൺകുട്ടി മനസ്സിലായോ? യുവതി മനസ്സിലായോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു വടിയെടുത്തു. ആ പെൺകുട്ടിയെ 1 തല്ലി, 2 തല്ലി, 3 തല്ലി. പെൺകുട്ടി വടിയായി. അപ്പൊ സാറ് ആ പെൺകുട്ടിയെ 1 തല്ലി, 2 തല്ലി, 3 തല്ലി. പെൺകുട്ടി വടിയാകുന്നു. എങ്ങനെ തല്ലി? സാറ് പറഞ്ഞല്ലേ. അയ്യോ എന്ത് പറ്റി സാർ? എന്തിനാണോ ഞാൻ തല്ലുന്നത്?
ഈ പുള്ളിക്കാരനാണ് ആ യുവതിയെ കൊന്നത്. തനിക്കെങ്ങനെ മനസ്സിലായി? ഈ പുള്ളിക്കാരൻ ഇപ്പൊ എന്നോട് പറഞ്ഞു. അല്ലടോ